ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫെബാബിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വെൽക്കം. ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ഇടുന്നത്, കാരണം പുതിയ അക്കാഡമിക് ഇയറൊക്കെ തുടങ്ങിയപ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ചില തിരക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ കളക്ഷൻസൊന്നുമില്ല, കുറച്ച് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വരുന്നത്. അതിൽ ഞാൻ ഇന്ന് ആദ്യം കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ദറ്റ് ഈസ് സീർ സക്കർ ഫാബ്രിക് എന്ന് പറയും കേട്ടോ. സീർ സക്കർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാവുന്നത് ഇത് 58 വിഡ്ത്ത് വരുന്നതാണ്. അതായത് നമ്മൾ സാധാരണ 44 വിഡ്ത്തല്ലേ വരാം, അപ്പോൾ 58 വിഡ്ത്ത് വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറവ് നമ്മൾ ഇതെടുത്താൽ മതി. ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റുപ്പീസ് 160 റുപ്പീസ്, 160 രൂപയാണ് ഇതിൻ്റെ പെർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ചെടുക്കുമ്പോൾ ഇപ്പോൾ 2 മീറ്റേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു എമൗണ്ടേ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ സ്ലിപ്പ് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ലൈനിങ് വെച്ചില്ല, അങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തത്. ഞാൻ വേറൊരു സൈറ്റിൽ നിന്ന് കേട്ടോ വാങ്ങിച്ച് എനിക്കിഷ്ടമായിട്ട് ഞാനത് എൻ്റെ ഈ ഒരു ഫെബാബിയിലേക്ക് അത് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ദാറ്റ് ഈസ് ഒരു ഫ്രോക്കാണ്. അപ്പം ഞാനതിൻ്റെ ഫോട്ടോ ഇവിടെയോ അല്ലെങ്കിൽ ഞാൻ വരുന്ന ഏതെങ്കിലും റീൽസിലൊക്കെ ഞാനത് ഇട്ട് കാണിച്ചു തരാം. അതൊരു സ്ക്വയർ പിന്നെ ഫാബ്രിക് ഈസ് ദ സെയിം സീർ സക്കർ. എൻ്റെ സിസ്റ്ററിനും ഞാൻ ഇതേപോലെ തന്നെ സീർ സക്കറിൻ്റെ ഈ മെറ്റീരിയലുണ്ട് ഒരു കോട്ട് സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും കണ്ടിഷ്ടപ്പെട്ട് എന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന കുറച്ച് ആളുകളിലേക്കും കൂടി ഈ മെറ്റീരിയൽ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് എൻ്റെ കളക്ഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഞാനൊരു 4.25 4.5 ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ആൾക്കാണെങ്കിൽ 2.5 2.75 ഒക്കെ എടുത്താൽ മതി. മാത്രമല്ല ഇപ്പോൾ സാധാരണ രീതിയിലൊരു 5 മീറ്റർ ഒക്കെ എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ 3.5 3.75 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ധാരാളമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ടൈലറിനോട് ചോദിക്കുക കേട്ടോ. ടൈലറിനോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും 58 വിഡ്ത്ത് വരുമ്പോൾ നമുക്ക് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ബോട്ടം മാത്രമായിട്ട് പെലൗസ് ആയിട്ട് ഇടാം, ഫ്രോക്സ് തയ്ക്കാം, ഈവൻ ഷർട്ട്സ് തയ്ക്കാനായിട്ടും ഇതാണ്. പിന്നെ ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ അങ്ങനെയൊക്കെ തയ്ക്കണമെങ്കിലും ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ. അപ്പോൾ ഞാനിത് ആദ്യം വേറൊരു ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ യെല്ലോ ആണ് ആവശ്യപ്പെട്ടത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ പക്ഷേ അത്രയും നല്ലത് ഒട്ടും അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ഒന്നുമല്ല, നല്ല സട്ടിലായിട്ടുള്ള നല്ലൊരു യെല്ലോ ദാറ്റ് ഈസ് ആയിട്ടുള്ളതാണ്. ഈവൻ ബ്ലൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ അറിയാം കണ്ടോ. അങ്ങനെ ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന മഞ്ഞ യെല്ലോ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ദാറ്റ് ഈസ് അവർ ഓണം സീസൺ ഈസ് കമ്മിങ് ആണ്. അപ്പോൾ അതിലേക്ക് ഒരു കേരള ക്രീം മെറ്റീരിയലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 44 വിഡ്ത്ത് തന്നെയാണ് കേട്ടോ ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം തയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് സാരിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് കുറച്ച് കട്ടിയുണ്ട്. പക്ഷേ ഞാനിത് കേരള ക്രീം ആയതുകൊണ്ട് തന്നെ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റിച്ച് ഇറ്റ് വിത്ത് ലൈനിങ് ഉപയോഗിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കും. കുറച്ച് ഡ്യൂറബിലിറ്റി ഒക്കെ നമുക്ക് കിട്ടും. അതിൽ ഗോൾഡ് കളറിലുള്ള ചെറിയ ബൂട്ട അപ്പോൾ നേരത്തെയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങൾക്കത് എടുക്കാം. ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് 120 ആണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഇതെന്നുള്ള രീതിയിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എടുത്ത്, അതായത് ഞാൻ ഒരു ഓൺലൈനിൽ കൂടി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണോ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാൻ സാധ്യത, ആ രീതിയിലാണ് ഞാൻ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇടുന്നത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ദെൻ ഐ ക്യാൻ ബൈ ഇറ്റ് എന്ന് തോന്നുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളതാണ് ഇത് നല്ലൊരു. അപ്പോൾ എനിക്കിതിലൊരു ഫ്രഷൊന്നും ആവില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ടോപ്പ് തയ്ച്ച് നമ്മളൊരു ബോട്ടം ക്രീമൊക്കെയാണ് ഇടും. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി നോക്കാം. പ്ലെയിൻ സിൽക്കോ അങ്ങനെയുള്ള ചെറിയ ഇത് വരുന്ന സിൽക്ക് അല്ലെങ്കിലും റോ സിൽക്കിൻ്റെ തന്നെ അങ്ങനത്തെ സെമിയൊക്കെ കിട്ടില്ലേ, സെമി റോ സിൽക്കൊക്കെ വെച്ചുകൊണ്ട് ചെയ്ത് ഇതൊരു പലാസോ ബോട്ടായിട്ട് ഇത് ചെയ്താൽ വളരെ ഭംഗിയാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷോൾ വേണ്ടവർക്ക് ഷോൾ എടുക്കാം. ഷോളൊന്ന് നിങ്ങൾക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നടു കട്ട് ചെയ്ത് ഇപ്പോൾ 2.5 എടുക്കുന്ന ആൾക്ക് 1.25 എടുത്ത് നടു കട്ട് ചെയ്ത് എന്ത് ചെയ്യാം,
അത് ജോയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വീതിയുള്ള ഷോളൊന്നും അല്ലാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നമുക്ക് കേട്ടോ, ഞാനെപ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റൈലിഷ് എന്ന് എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ്. എനിക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നവരെയും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ സീസണിലേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒന്ന് ക്ലോസപ്പ് നോക്കിക്കോളൂ. ചെറിയൊരു റൗണ്ട് ബുട്ടയല്ല, അങ്ങനെ ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പിലുള്ള ബുട്ട വർക്കാണ് അതിൽ വന്നിട്ടുള്ളത്. 120 രൂപയാണ് പെർ മീറ്റർ കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള 2 മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഒന്ന് സിർസിക്കർ 58 വിഡ്ത്ത് വരുന്നതാണ്, ₹160 പെർ മീറ്റർ. മറ്റേത് 44 വിഡ്ത്ത് വരുന്ന ₹120 പെർ മീറ്റർ വരുന്ന കേരള ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ 2 കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിക്കുക. ആസ് എ സ്മോൾ ഇനീഷ്യേറ്റീവ്, ഞാൻ കുറച്ച് ഫോളോവേഴ്സുള്ള ചെറിയൊരു എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ടാവും. ഞാനിവിടെ എന്നാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരും അതുപോലെ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിടാം. അപ്പോൾ പറ്റുന്നവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് എനിക്കുണ്ട്, ഞാൻ അത്രമാത്രം യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.